തീർച്ചയായും അത്തരത്തിലുള്ള അവരെയെല്ലാം ആ രീതിയിലേക്ക് കൊണ്ടുവരേണ്ട സർക്കാർ. ഇവിടെ അവരുടെ യോഗ്യതയോ അവർക്ക് കൊടുക്കുന്ന ജോലിയോ ഒന്നും സംബന്ധിച്ചല്ല ഇവിടുത്തെ തർക്കം. അതിന് കൊണ്ടുവന്നിരിക്കുന്ന മാനദണ്ഡമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആർക്കും ആ ജോലി കിട്ടരുത് എന്ന് ദുരുപദിഷ്ടിതമായിട്ടുള്ള അത്തരത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടി, വികലമായ കാഴ്ചപ്പാടോടുകൂടി 9 കൊല്ലം അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഈ സർക്കാർ എല്ലാ മേഖലയും തകർത്ത് തരിപ്പണമാക്കിയ സർക്കാർ. അപ്പുറത്ത് 230 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്യുന്ന ആശാവർക്കർമാർ, അതിനപ്പുറത്ത് 600-650 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന അംഗനവാടി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ, അങ്ങനെ നിരനിരയായി സമസ്ത മേഖലയിലും വരുന്ന ആളുകൾ പണിമുടക്കുകയും നിരാഹാരം അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. താഴെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ ഒരു രക്ഷയുമില്ല. ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനില്ല. സാമൂഹ്യ സുരക്ഷ ഉണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാൻ സർക്കാരിൽ എല്ലായിടത്തും അരാജകത്വം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സമസ്ത മേഖലയിൽ തകർത്ത് തരിപ്പണമാക്കുന്നു. ഇവിടെ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന ആശയം തന്നെ പങ്കാളിത്ത പെൻഷൻ ഇല്ലാതാക്കി. അവർക്കുള്ള പിന്നീടുള്ള നിയമനം അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പരിരക്ഷയുണ്ടോ, മെഡിസെപ്പ് പോലെയുള്ള ആരോഗ്യ പരിരക്ഷ അതെല്ലാം കാറ്റിൽ പറത്തി എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുത്തിട്ട് പിന്നെ ഇവിടെ എന്താണ് സർക്കാർ? ഈ സർക്കാർ എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ എന്ന് പറയുന്നത്, അതിന്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ആളുകളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇവിടെ ചേർത്ത് പിടിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളെയും വൃത്തങ്ങളെയും, അതുപോലെ തന്നെ സിവിൽ സർവീസിനെ പാരലായി കൊണ്ടുപോയി 3 ലക്ഷം പേരെ പിൻവാതിൽ നിയമനം നടത്തി മുമ്പോട്ട് പോകുന്നു. ഈ സെക്രട്ടേറിയറ്റിനകത്ത് തന്നെ 10-30 പേരെ IAS ഉദ്യോഗസ്ഥരെ, IPS ഉദ്യോഗസ്ഥരെ, ഈ സംസ്ഥാനത്തിലെ ചീഫ് സെക്രട്ടറിയും അതുപോലെയൊക്കെയുള്ള ആളുകൾ റിട്ടയർ ചെയ്തതിനു ശേഷം അവർക്ക് അത്രയും തന്നെ രൂപ പെൻഷനും ശമ്പളവുമായി കൊടുത്തുകൊണ്ട് അവിടെ കുടിയിരുത്തി മുമ്പോട്ട് പോകുന്നു. എവിടെ നോക്കിയാലും പിൻവാതിൽ നിയമനങ്ങൾ PSCയുടെ പൂർത്തിയാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. സർക്കാർ മേഖല അതിന് തസ്തികകളെല്ലാം വെട്ടിക്കുറയ്ക്കുന്നു. സേവന മേഖലയിൽ നിന്ന് സർക്കാർ പുറകോട്ട് പോകുന്നു. സർക്കാർ സാധാരണക്കാരനെ സേവിക്കാൻ ഈ സർക്കാർ ഇഷ്ടപ്പെടുന്നില്ല. നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും കാറ്റിപ്പറക്കുന്നു, മാറ്റി എഴുതുന്നു. നിയമസഭയിൽ ഇങ്ങനെ ബില്ലുകൾ പാസ്സാക്കി വിടുന്നു. ക്യാബിനറ്റ് ഇങ്ങനെ തീരുമാനമെടുക്കുന്നു. എക്സിക്യൂട്ടീവ് ഓർഡറുകളായിട്ട് വരുന്നു. എല്ലാവരും 13 വയസ്സ് പ്രായമുള്ള മക്കൾ ഉണ്ടെങ്കിൽ മാത്രം ജോലി കിട്ടുന്ന ഒരു നിയമം കേട്ടുകഴിഞ്ഞുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് ഇങ്ങനെ ഒരു ചട്ടമുണ്ടാക്കാറുണ്ടോ? 2-3 വയസ്സായ കൈക്കുഞ്ഞുങ്ങളുള്ള ഒരു സാധാരണക്കാരനായ ഒരു OA, ഒരു പ്യൂൺ, അവന്റെ കുടുംബം ചിലപ്പോൾ അവിടെ ക്യാൻസർ രോഗികൾ കാണും. അതുപോലെ തന്നെ തീരെ നിവർത്തിയില്ലാത്ത ആളുകൾ കാണും. അവിടെ ഒരു വീട് പോലും ഉണ്ടാകില്ല. അവന്റെ ഒരു ജോലിയാണ് നിങ്ങൾ കുത്തിരി പിടിച്ചു വാങ്ങുന്നത് എന്ന ബോധം ഇടതുപക്ഷ സർക്കാർ എന്ന് ഇന്ന് ആവേശം കൊണ്ട് നടക്കുന്നവർക്ക് ഉണ്ടാകണം. ഇതിനെ പാഠത്തിൽ പഠിക്കണം. നിങ്ങൾ ഉണ്ടാക്കി വരുത്തുന്ന ചട്ടമല്ല ജീവിത യാഥാർത്ഥ്യം എന്നുള്ളത് തിരിച്ചറിയാൻ സർക്കാരിന് കഴിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഉത്തരവിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടെ നോർത്ത് സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. അഭിവാദനങ്ങൾ. പ്രതിഷേധമായി സംസാരിക്കുന്നതിലേക്കായി നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ RS പ്രസാദ്. കേരള